ഇന്ന് ദുഃഖവെള്ളി. മാനവരാശിയുടെ രക്ഷയ്ക്കായി ദൈവപുത്രന്റെ രക്തം ചൊരിഞ്ഞ ദിനം. ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി കീറിമുറിച്ച ചരിത്രപുരുഷന്റെ ഓർമ്മ ദിനം. വിശുദ്ധ പഴയ നിയമ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന പാപത്തിന് പ്രായശ്ചിത്തമായി ദൈവത്തിന് ഹോമയാഗങ്ങളും സർവാംഗ ഹോമങ്ങളും നടത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ആ പാപത്തിൽ നിന്നും അവർ രക്ഷ നേടുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ മനുഷ്യന്റെ പാപം അവിടെയൊന്നും നിൽക്കുന്നില്ല. യാഗപീഠങ്ങൾ പണിത് മൃഗങ്ങളെയും പറവകളെയും യാഗം ചെയ്തും ഹോമിച്ചും വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ തന്റെ തിന്മകളിൽ നിന്നും മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവായ യഹോവ ഒടുവിൽ തന്റെ പ്രിയ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് യാഗവസ്തുവായി അയക്കുവാൻ തീരുമാനിക്കുന്നു. തന്റെ പ്രിയപുത്രനെ അവർ കൊന്നുകളയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യന്റെ അധർമ്മങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമാകുവാൻ പുത്രനെ നൽകുന്ന പിതാവ്. കർത്താവായ യഹോവ ഭൂമിയിൽ നൽകിയിരുന്ന നിയമങ്ങളും ചിട്ടകളും മാറ്റാതെ തന്നെ ഒരു മനുഷ്യപുത്രനായി ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഒരു കന്യകയെ കണ്ടെത്തുന്നു. പുരുഷൻ തൊടാത്ത ആ കന്യകയുടെ ഉദരത്തിൽ കർത്താവിന്റെ വിശുദ്ധ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ ഒരു ഭ്രൂണം വച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഭ്രൂണം അവളുടെ വയറ്റിൽ വളരുവാൻ തുടങ്ങുന്നു. അങ്ങനെ ഭൂമിയുടെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ തന്നെ 10 മാസം ആ അമ്മയുടെ ഉദരത്തിൽ വളർന്ന ദൈവപുത്രൻ ഒരു മഞ്ഞു മൂടിയ തണുത്ത രാത്രിയിൽ ഒരു കാലിത്തൊഴുത്തിലെ പശുത്തൊട്ടിയിൽ പിറന്നു വീഴുന്നു. ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം അയച്ച തന്റെ പ്രിയപുത്രൻ യഹൂദന്മാരുടെ രാജാവായ യേശുക്രിസ്തു ജനിക്കുന്നു. ശിശുവായിരിക്കുമ്പോൾ തന്നെ ബുദ്ധിയും പരിജ്ഞാനവും നിറഞ്ഞ ബാലൻ ദൈവാലയങ്ങളിൽ പണ്ഡിതന്മാരോടും ശാസ്ത്രമാരോടും വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്തു തന്റെ 30 വയസ്സ് വരെയും അമ്മയെയും വളർത്തപ്പനായ യോസഫിനെയും അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് വളരെ അറിയപ്പെടാത്തവനായി ജീവിച്ചു. വിശുദ്ധ പുതിയ നിയമ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ക്രിസ്തു 3 വർഷമാണ് തന്റെ പരസ്യ ശുശ്രൂഷ നടത്തിയത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പ്രമാണികളായ ചിലരെ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അടിമത്തത്തിലും കഷ്ടതയിലും ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷയും സാന്നിധ്യവും വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനം ചെലുത്തി. ബൈബിളിലാണെങ്കിലും ചരിത്രരേഖകളിലാണെങ്കിലും ക്രിസ്തുവിന്റെ ജീവിതശൈലികളെ വളരെ വ്യത്യസ്തമായി തന്നെ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. വളരെ സൗമ്യനായ സ്വഭാവവും എപ്പോഴും പുഞ്ചിരി നിറഞ്ഞ മുഖവും വളരെ ലാളനയോടെയുള്ള വാക്സാമർഥ്യവും ആരുടെ സംശയങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്ന തികഞ്ഞ മറുപടിയും സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി മാറ്റി. ദേവാലയം എന്നത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവം അധിവസിക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രമാണ് എന്നും യെരുശലേം ദേവാലയത്തിലെ കച്ചവടക്കാരെ ചാട്ടവാറിനടിച്ച് പുറത്താക്കിയതിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കോപം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രവുമല്ല, ഒരു പിതാവിന്റെ ആലയമല്ലെങ്കിൽ ഭവനം എത്രമാത്രം പരിശുദ്ധിയുള്ളതാണ് എന്നും പിതാവിന്റെ പേരും പെരുമയും സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പുത്രൻ നിർവഹിക്കേണ്ട കടമ എന്താണ് എന്നും അദ്ദേഹം അവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കൂടുതലും ഗലീലയിലും യൂദയിലുമാണ് നടന്നിരുന്നത്. ഒത്തിരി ജനം ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുവാനും ക്രിസ്തുവിന്റെ ജീവിതപാത പിന്തുടരുവാനും ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്തുവിന് വളരെ വേണ്ടപ്പെട്ട ശിഷ്യന്മാരായി 12 പേരാണ് ഉണ്ടായിരുന്നത്. കാനായിലെ ഒരു പ്രമാണിയുടെ വീട്ടിലെ കല്യാണത്തിന് ക്രിസ്തുവിനും കുടുംബത്തിനും ക്ഷണമുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ വിരുന്ന് സൽക്കാരത്തിന് പ്രധാനമായി നൽകിയിരുന്നത് വീഞ്ഞാണ്. കൂടുതലായും മുന്തിരി വീഞ്ഞാണ് നൽകിയിരുന്നത്. സൽക്കാരത്തിനിടെ അവർ കരുതി വെച്ചിരുന്ന വീഞ്ഞുകൾ തീർന്നുപോയി. പ്രമാണി പരക്കം പായുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിരുന്നുകാർ വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടുകാരന്റെ വിഷമം മനസ്സിലാക്കിയ ക്രിസ്തുവിന്റെ അമ്മയായ മറിയ യേശുവിനടുത്തേക്ക് ചെന്നു. തന്റെ ഉദരത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ പിറവിയെടുത്ത യേശു ഒരു ദൈവപുത്രനാണ് എന്ന് അറിയാമായിരുന്ന മറിയ തന്റെ മകനോട് വീട്ടിലെ വീഞ്ഞ് തീർന്നുപോയി എന്ന് സങ്കടം പറയുകയാണ്. എന്നാൽ യേശു അതിന് മറുപടിയായി പറയുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമാണ്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്നാണ്. എന്നാൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നെ അവിടെ നടന്നത്. ദൈവപുത്രനാണ് എങ്കിലും തൻ്റെ ഉദരത്തിൽ നിന്നും ജനിച്ച ആ മകൻ അമ്മയുടെ വാക്ക് തള്ളിക്കളയുകയില്ല എന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോട് അവൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യുവിനെന്നാണ് മറിയം പറയുന്നത്. തന്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കുവാൻ പാടില്ല എന്ന് അറിയാമായിരുന്ന യേശു അവിടെ ഉണ്ടായിരുന്ന 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനും അത് വിരുന്നുകാർക്ക് കൊണ്ട് കൊടുക്കുവാനുമാണ് പറയുന്നത്. അത് കുടിച്ച വിരുന്നുകാർ ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെയും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നതും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായാണ് ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പല ഉപമകളിലൂടെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ക്രിസ്തു യഹൂദ വിട്ട് ഗലീലയ്ക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. ശമര്യ പട്ടണത്തിൽ കൂടിയാണ് കടന്നു പോകേണ്ടത്. മലകളും പാറക്കെട്ടുകളും കടന്നുള്ള യാത്രയിൽ യേശു നന്നേ ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം ശമര്യ
ശമര്യ പട്ടണത്തിൽ പണ്ട് യാക്കോബ് കുഴിച്ചൊരു കിണറിനരികെ വിശ്രമിക്കുന്നതിനായി ഇരുന്നു. ആ സമയത്താണ് ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നത്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ യഹൂദർ ശമര്യരെ വെറുത്തിരുന്നു. ശമര്യരുമായി ഒരു സമ്പർക്കവും യഹൂദർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നോട് കുടിപ്പാൻ വെള്ളം തരണമെന്ന് ആവശ്യപ്പെട്ട ഒരു യഹൂദനെ കണ്ട ആ ശമര്യ സ്ത്രീ ആശ്ചര്യപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഒരു യഹൂദനായ താങ്കൾ ഒരു ശമര്യക്കാരിയായ എന്നോട് എങ്ങനെയാണ് വെള്ളം ചോദിക്കുന്നത് എന്ന് ചോദിച്ച ആ സ്ത്രീയോട് എന്നെ വിശ്വസിച്ചാൽ ഞാൻ അവർക്ക് ജീവന്റെ ജലം നൽകുമെന്ന് പറഞ്ഞ് തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. ആ സ്ത്രീയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പറയുകയും മിശിഹ വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ശമര്യക്കാരിയായ ആ സ്ത്രീയോട് യഹൂദനായ ക്രിസ്തു സംസാരിക്കുന്നതിലൂടെ ജാതിമതക്കെട്ടുകളുടെ മതിലുകൾ പൊളിച്ചു മാറ്റപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് ക്രിസ്തു ഗലീലയിൽ നിന്ന് വീണ്ടും കാനായിലേക്ക് പുറപ്പെട്ടു. കാനായിൽ വച്ചാണ് ക്രിസ്തു തന്റെ രണ്ടാമത്തെ അത്ഭുതം ചെയ്യുന്നത്. ക്രിസ്തു കാനായിലുണ്ടെന്നറിഞ്ഞ കഫർന്നഹൂമിലെ ഒരു രാജഭൃത്യൻ സുഖമില്ലാതെ കിടക്കുന്ന തന്റെ മകൻ മരിക്കാറായിരിക്കുന്നു എന്നും അതുകൊണ്ട് അങ്ങ് വന്ന് അവനെ സൗഖ്യമാക്കണമെന്നും അപേക്ഷിക്കുകയാണ്. എന്നാൽ യേശു അയാളോട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു പോയ ആ മനുഷ്യൻ വീടെത്തിയപ്പോൾ മരിപ്പാറായി കിടന്ന തന്റെ മകൻ പൂർണ്ണ സൗഖ്യവനായിരിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് യേശു യെരുശലേമിലേക്കാണ് ചെല്ലുന്നത്. യെരുശലേമിൽ ബെഥസ്ത എന്നു പേരുള്ള ഒരു കുളമുണ്ട്. ഒരു ദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ ആദ്യം കുളത്തിലിറങ്ങുന്ന ആളുടെ ഏതു രോഗവും സൗഖ്യമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂതൻ വെള്ളം കലക്കുന്നതും കാത്ത് നിരവധി രോഗികളാണ് കുളത്തിനു ചുറ്റും കിടന്നിരുന്നത്. കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ എന്നിങ്ങനെ വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ 38 വർഷം കൊണ്ട് അസുഖം ബാധിച്ച ഒരു മനുഷ്യനെ ക്രിസ്തു കാണുവാനിടയായി. 38 വർഷം കൊണ്ട് ദൂതൻ കുളം കലക്കുമ്പോൾ കുളത്തിലിറങ്ങുവാൻ പറ്റാതെ കിടക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിയ ക്രിസ്തു അയാളോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ആ മനുഷ്യൻ യജമാനനെ, ദൂതൻ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല. ഞാൻ തനിയെ അവിടെ ചെല്ലുമ്പോൾ മറ്റാരെങ്കിലും കുളത്തിലിറങ്ങി സൗഖ്യമായിരിക്കും എന്നാണ് ക്രിസ്തുവിനോട് പറയുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട യേശു നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്നാണ് അധികാരത്തോടെ പറയുന്നത്. ആ സമയം തന്നെ ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുകയും അവൻ തന്റെ കിടക്കയെടുത്ത് നടക്കുകയും ചെയ്തു. സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ആരുമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി ദൈവമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ക്രിസ്തു അവിടെ ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ക്രിസ്തുവിനെ കൊല്ലുന്നതിന് വേണ്ടി യഹൂദന്മാർ ശ്രമിച്ചു തുടങ്ങുന്നത്. കാരണം ക്രിസ്തു ആ രോഗിയെ സൗഖ്യമാക്കുന്നത് ശബത്ത് നാളിലാണ്. അബ്രഹാം തുടങ്ങി ഇസ്രായേൽ ജനം സീനായ് മരുഭൂമിയിൽ എത്തുമ്പോഴും ദൈവത്തിന്റെ ശബത്തിനെ ആചരിച്ച് വരുന്നതാണ്. ശബത്ത് നാളിൽ ഒരു ജോലിയും ചെയ്യുവാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ യേശു ആ രോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ട് യേശുവിനെ ഉപദ്രവിച്ചു. എന്നാൽ യേശു അവരോട് പറയുന്നത് എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. ഇത് കേട്ട യഹൂദന്മാർക്ക് കോപം അടക്കുവാൻ കഴിഞ്ഞില്ല. ശബത്തിനെ ലംഘിച്ചത് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ദൈവത്തോട് തന്നെ സമമാക്കിയവൻ ഇനി ജീവിച്ചിരുന്നുകൂടാ എന്ന് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞ് യേശു ഗലീല കടലിന്റെ അക്കരയ്ക്കാണ് പോയത്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അവന്റെ ഉപദേശം കേൾക്കുവാനും രോഗസൗഖ്യത്തിനായും വലിയ കൂട്ടമാണ് അവന്റെ പിന്നാലെ ചെന്നത്. ഒരു മലയുടെ മുകളിൽ തന്റെ ശിഷ്യന്മാരുമായിരുന്ന യേശു തന്നെ അനുഗമിച്ചെത്തിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കുവാൻ കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ അവർക്ക് മതിയാകുവോളം ഭക്ഷണം വാങ്ങുന്നതിനുള്ള കാശ് അവരുടെ ഇല്ല എന്നാണ് ശിഷ്യന്മാരിൽ ഒരാളായ ഫിലിപ്പോസ് പറയുന്നത്. അപ്പോൾ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പറയുന്നത് ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്നാണ്. എന്നാൽ പുരുഷാരം വലുതുമാണ്. അതുകൊണ്ട് തന്നെ 5 അപ്പവും 2 മീനും കൊണ്ട് എന്താകുവാനാണ് എന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. എന്നാൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് കേട്ട യേശു പറയുന്നത് നിങ്ങൾ ആളുകളെ നിലത്തിരുത്തുവിൻ എന്നാണ്. യേശു അപ്പവും മീനും എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കും. ഏകദേശം 5000-ഓളം പുരുഷന്മാരാണ് അന്ന് തിന്ന് തൃപ്തരായത്. ഒരു വലിയ പുരുഷാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 12 കൊട്ട അപ്പമാണ് ശിഷ്യന്മാർ ശേഖരിച്ചത്. യേശുവിന്റെ പരസ്യ പ്രചരണം വളരെ വേഗത്തിൽ തന്നെ പ്രസിദ്ധമാകുവാൻ തുടങ്ങി. പ്രമാണിമാരും പരീശന്മാരും അവനിൽ മതപരമായ ഒരു കുറ്റം കണ്ടെത്തി അവനെ കൊല്ലുവാനാണ് തക്കം നോക്കുന്നത്. അങ്ങനെ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന മോശയ്ക്ക് യഹോവ കൊടുത്തിരുന്ന ന്യായപ്രമാണം വെച്ച് യേശുവിനെ കുറ്റാരോപനാക്കുവാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നത്. അതിനായി വ്യഭിചാരിയായ ഒരു സ്ത്രീയെ പിടിച്ച് ദൈവാലയത്തിൽ ജനത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്ന യേശുവിന് അടുക്കൽ നിർത്തി. ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചതാണ്. വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവളെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത് എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്.
തന്നെ കുറ്റം ചുമത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിയ യേശു ആരുടെയും മുഖത്തു നോക്കാതെ കുനിഞ്ഞ് തന്റെ വിരൽ കൊണ്ട് നിലത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ചോദ്യം കേട്ട് യേശു തലപൊക്കി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ ആദ്യം ആ സ്ത്രീയെ കല്ലെറിയുവാനാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു വീണ്ടും കുനിഞ്ഞ് തന്റെ വിരൽ കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ മറുപടി കേട്ട ജനം അവിടെ നിന്നും പൊയ്ക്കളയുകയാണ് ചെയ്യുന്നത്. നിവർന്നു നോക്കിയ ക്രിസ്തു ആ സ്ത്രീയെ മാത്രമാണ് കണ്ടത്. അവരൊക്കെ ഇവിടെ, നിന്നെ ആരും ശിക്ഷിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല കർത്താവേ എന്നാണ് ആ സ്ത്രീ മറുപടി കൊടുക്കുന്നത്. അവിടെ യേശു ആ സ്ത്രീയെ രക്ഷിക്കുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പൊയ്ക്കൊള്ളൂ, ഇനി പാപം ചെയ്യരുത് എന്നാണ് ആ സ്ത്രീയോട് പറയുന്നത്. എത്ര വലിയ പാപത്തിനും ദൈവസന്നിധിയിൽ പാപമോചനമുണ്ട് എന്ന് അവിടെ ക്രിസ്തു കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് യേശു കടന്നു പോകുന്ന വഴിയിൽ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട്, അവൻ കുരുടനാകുവാൻ കാരണം അവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ എന്നാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്. അതിനവൻ മറുപടി കൊടുക്കുന്നത്, ആരും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനാണ് അവൻ കുരുടനായത് എന്നാണ്. അതിനുശേഷം യേശു നിലത്തു തുപ്പി ചെളിയുണ്ടാക്കി ആ ചെളി അവന്റെ കണ്ണിൽ തേക്കുകയാണ് ചെയ്യുന്നത്. നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് ആ കുരുടനെ പറഞ്ഞയക്കുന്നുമുണ്ട്. അങ്ങനെ അവൻ ശീലാഹാം കുളത്തിൽ പോയി തന്റെ കണ്ണു കഴുകിയതും അവന് കാഴ്ച വന്നു. എന്നാൽ കുരുടൻ കാഴ്ചയുള്ളവനായി മാറിയെന്നും യേശുവാണ് അവന് കാഴ്ച നൽകിയത് എന്നും പരീശന്മാർ അറിഞ്ഞു. അതുമാത്രവുമല്ല, യേശു ആ കുരുടന് കാഴ്ച കൊടുത്തതും ഒരു ശബത്ത് നാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കാത്ത ഇവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവനല്ല എന്ന് ചിലരും, എന്നാൽ പാപിയായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ പറ്റുമോ എന്ന് മറ്റു ചിലരും അവരുടെ ഇടയിൽ തന്നെ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ യേശു തന്റെ ശുശ്രൂഷ നടത്തുന്ന സമയത്താണ് യേശുവിന്റെ സ്നേഹിതനായ ലാസർ സുഖമില്ലാതെ കിടക്കുന്നു എന്ന അറിവ് കിട്ടിയത്. എന്നാൽ ലാസർ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശു ബെഥാനിയയിലേക്ക് പോകുവാൻ തയ്യാറാവാതെ 2 ദിവസം കൂടി താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞ് ലാസർ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിയ യേശു നമുക്ക് യഹൂദിയയിലേക്ക് പോകാമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ ഭാവിക്കുന്നു എന്നറിയാമായിരുന്ന ശിഷ്യന്മാർ അവനെ തടയുവാൻ ശ്രമിച്ചെങ്കിലും അത് കാര്യമാക്കാതെ യേശു തന്റെ ശിഷ്യന്മാരുമായി അവിടേക്ക് പോകുവാൻ ഇറങ്ങി. വീണ്ടും തടയുവാൻ ശ്രമിച്ച ശിഷ്യന്മാരോട്, ലാസർ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നാണ് യേശു പറയുന്നത്. അങ്ങനെ ബെഥാനിയയിലെത്തിയ യേശു ലാസർ മരിച്ച് കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ലാസറിന്റെ സഹോദരിമാരായ മാർത്തയെയും മറിയയെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി യഹൂദന്മാരാണ് അവിടെ കൂടിയിരുന്നത്. യേശു ദൈവപുത്രനാണ് എന്ന് മാർത്തയെയും മറിയയെയും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യേശു വരുന്നു എന്നറിഞ്ഞ മാർത്ത ഓടി യേശുവിനടുക്കൽ എത്തി. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നും ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് മാർത്ത യേശുവിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് മാർത്ത കരുതിയത്. മാർത്ത യേശുവിനടുത്ത് വന്നെങ്കിലും മറിയ വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർത്ത പോയി മറിയത്തോട്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയുകയാണ്. യേശു വന്നതറിഞ്ഞ് മറിയ ചാടി എഴുന്നേറ്റ് യേശുവിനടുത്തേക്ക് ചെന്നു. മറിയ പോകുന്നത് കണ്ട് ലാസറിന്റെ കല്ലറയിൽ പോയി കരയുവാൻ പോവുകയാണ് എന്ന് കരുതി യഹൂദന്മാരും അവളുടെ കൂടെ പോവുകയാണ്. യേശു അതുവരെയും ഗ്രാമത്തിൽ പ്രവേശിക്കാതെ മാർത്തയുമായി സംസാരിച്ചു നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു. യേശുവിനെ കണ്ടതും അവന്റെ കാൽക്കൽ വീണ് മറിയ പൊട്ടിക്കരയുവാൻ തുടങ്ങി. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാണ് മറിയവും പറഞ്ഞു കരയുന്നത്. മറിയം മാത്രമല്ല, അവളോടൊപ്പം വന്ന യഹൂദരും കരയുകയാണ്. മറിയയുടെയും ദേശക്കാരുടെയും കരച്ചിൽ കണ്ട യേശുവിന്റെ ഹൃദയം വേദനിച്ചു. അവനെ അടക്കിയത് എവിടെ എന്നാണ് ക്രിസ്തു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. യേശുവും കരയുന്നത് കണ്ട യഹൂദന്മാർ ലാസറിനോട് അവന് ഇത്ര പ്രിയമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, കുരുടന് കാഴ്ച കൊടുത്ത ഇവന് തന്റെ സ്നേഹിതനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലേ എന്നാണ്. എന്നാൽ അവരുടെ ചർച്ചകൾ മനസ്സിലാക്കിയ ക്രിസ്തു അതൊന്നും കാര്യമാക്കാതെ തകർന്ന ഹൃദയവുമായി കല്ലറയ്ക്കലെത്തി. ഒരു ഗുഹയിലാണ് ലാസറിനെ അടക്കിയിരുന്നത്. ഗുഹയുടെ വാതിലിൽ ഒരു കല്ല് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. കല്ല് നീക്കുവാൻ യേശു ആവശ്യപ്പെട്ടു. ഇത് കേട്ട മാർത്ത പെട്ടെന്ന്, കർത്താവെ, അവൻ മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ മാർത്തയോട്, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് യേശു പറയുന്നത്. അങ്ങനെ അവർ കല്ല് നീക്കിക്കൊടുത്തു. യേശു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിക്കുകയാണ്. മരിച്ചുപോയ ലാസർ നിമിഷ നേരം കൊണ്ട് കല്ലറയ്ക്ക് പുറത്തു വന്നു. എന്നാൽ അവനെ ശീലകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നതിനാൽ അതെല്ലാം മാറ്റിക്കൊടുക്കുവാനാണ് യേശു പറയുന്നത്. യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത്. മരിച്ചുപോയ ഒരു വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ താൻ ദൈവപുത്രനാണ് എന്ന് വീണ്ടും യഹൂദന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് യേശു ചെയ്തത്.
അങ്ങനെ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരിൽ ചിലരും അവനെ വിശ്വസിച്ചു. എന്നാൽ യേശുവിനെ വിശ്വസിക്കാത്തവർ ഓടിപ്പോയി മഹാപുരോഹിതന്മാരോടും പരീശന്മാരോടും അവിടെ നടന്ന സംഭവങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവ അവർക്ക് അനുസരിക്കുന്നതിന് വേണ്ട ചിട്ടകളും ഉപദേശങ്ങളും ന്യായവിധികളും കൊടുത്തിരുന്നു. അത് അനുസരിക്കാത്ത ജനത്തെ സംഹരിക്കുവാൻ യഹോവ പലതവണ ഒരുങ്ങിയതുമാണ്. തന്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കാത്തവൻ മരിക്കണമെന്ന് അന്ന് യഹോവ മോശയോട് പറഞ്ഞിരുന്നതുമാണ്. ഇന്ന് ദൈവത്തിന്റെ കോപത്തിൽ നിന്നും തങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ മോശയോ പ്രവാചകന്മാരോ ഇല്ല. അതുകൊണ്ട് തന്നെ യഹൂദർ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ പാലിച്ചാണ് ജീവിക്കുന്നത്. ക്രിസ്തു വരും എന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ക്രിസ്തുവും ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്ന് അവർ കരുതി. അതുകൊണ്ട് തന്നെ യേശുവിനെ മിശിഹയായി ഒരു കൂട്ടം യഹൂദർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കോപത്താൽ ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ജാതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് എന്ന് മഹാപുരോഹിതനായ കയ്യഫാവ് പറയുന്നു. അന്ന് റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന യഹൂദയിൽ നിരവധി റോമാക്കാർ ക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നു. ന്യായപ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മിശിഹ യേശുവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റോമാക്കാർ തങ്ങളുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് ഒരു കൂട്ടം യഹൂദ പ്രമാണിമാർ ഭയപ്പെട്ടു. അങ്ങനെ അവർ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. എന്നാൽ തന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു യഹൂദ വിട്ട് മരുഭൂമിയിൽ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് പോയി കളഞ്ഞു. പെസഹയ്ക്ക് 6 ദിവസം മുന്നേ യേശു ബെഥാനിയയിൽ ലാസറിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അവർ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാസറിന്റെ സഹോദരിയായ മറിയ വില കൂടിയ സ്വച്ഛടാമാംസ തൈലം കൊണ്ട് യേശുവിന്റെ കാലിൽ പുരട്ടുകയും മറിയത്തിന്റെ തലമുടി കൊണ്ട് ക്രിസ്തുവിന്റെ കാൽ തുവർത്തി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. യേശു ബെഥാനിയയിൽ എത്തിയെന്നറിഞ്ഞ മഹാപുരോഹിതന്മാർ യേശുവിനെ പിടിക്കുന്നതിന് വേണ്ടി ബെഥാനിയയിൽ എത്തിയെങ്കിലും യേശുവിന്റെ ചുറ്റും ഒത്തിരി പുരുഷാരമുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അവനെ പിടിക്കുവാൻ സാധിച്ചില്ല. യേശു യെരുശലേമിലേക്ക് തിരിച്ചു. ഒരു കഴുതക്കുട്ടിപ്പുറത്താണ് യാത്ര. യേശു വരുന്നു എന്നറിഞ്ഞ ജനം ഈന്തപ്പനയുടെ കുരുത്തോലകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ തുടങ്ങി. ഹോശാന, ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചാണ് ജനം യേശുവിനെ എതിരേറ്റത്. ഇത് ഇന്നും കുരുത്തോല പെരുന്നാളായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷിക്കുന്നു. യേശുവിന്റെ മരണത്തെക്കുറിച്ച് അവൻ ഉപമകളിലൂടെ നിരവധി തവണ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഗ്രഹിക്കുന്നതിനുള്ള കഴിവ് അവർക്ക് ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. മനുഷ്യരാശിയുടെ പാപത്തിൻ ഫലമായി തനിക്ക് മരിക്കുവാനുള്ള സമയമായി എന്ന് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ യേശു അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ മേൽവസ്ത്രം ഊരി മാറ്റിയതിനു ശേഷം ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും തോർത്തുകൊണ്ട് തുവർത്തി കൊടുക്കുവാനും തുടങ്ങി. ശീമോൻ പത്രോസ് യേശുവിനെ തടയുവാൻ ശ്രമിച്ചെങ്കിലും ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നാണ് യേശു പറയുന്നത്. ഇത് കേട്ട ശീമോൻ പത്രോസ് എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകിത്തരണമെന്നാണ് യേശുവിനോട് പറയുന്നത്. എന്നാൽ യേശു അതിന് മറുപടിയായി പറയുന്നത് കുളിച്ചിരിക്കുന്നവന് കാൽ മാത്രം കഴുകിയാൽ മതിയെന്നും അവൻ ശുദ്ധിയുള്ളവൻ ആകുന്നു എന്നുമാണ്. എന്നാൽ എല്ലാവരും ശുദ്ധിയുള്ളവർ അല്ല എന്നും ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. അത് ക്രിസ്തു യൂദയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ് പെസഹ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്നും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നുമാണ്. അത് കഴിഞ്ഞ് യേശു പാനപാത്രം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തമാണ് എന്നും എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികിൽ തന്നെയുണ്ട് എന്നുമാണ് പറയുന്നത്. അതും യൂദയെക്കുറിച്ചാണ് ക്രിസ്തു അവിടെ പറഞ്ഞത്. യൂദയാണ് ക്രിസ്തുവിനെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ സേവകന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അത് ക്രിസ്തുവിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂദയെപ്പറ്റി നിരവധി തവണ ക്രിസ്തു ഉപദേശങ്ങളിലൂടെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് അവർക്ക് ഇല്ലായിരുന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി തരുമെന്ന് ശീമോൻ പത്രോസ് പറയുന്നത്. എന്നാൽ ഇത് കേട്ട ക്രിസ്തു പത്രോസിനോട് പറയുന്നത്, ഇന്ന് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയാതെ കോഴി കൂവുകയില്ല എന്നാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. ലോകം തരുന്ന സമാധാനം പോലെയല്ല എന്റെ സമാധാനം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. ക്രിസ്തുവിന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി ഉപമകളാണ് യേശു അവർക്ക് നൽകുന്നത്. അത് കഴിഞ്ഞ് യേശുവും ശിഷ്യന്മാരും കെദ്രോൻ തോട്ടിനക്കരെയുള്ള ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത്. യേശുവും ശിഷ്യന്മാരും ഒത്തിരി തവണ അവിടെ പോയിരുന്നത് കൊണ്ട് തന്നെ യൂദയ്ക്ക് ആ സ്ഥലം നന്നായി അറിയാമായിരുന്നു. യൂദ റോമൻ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേകവന്മാരെയും കൂട്ടി ആയുധങ്ങളുമായി യേശുവിനെ പിടിക്കുന്നതിന് തോട്ടത്തിന് വെളിയിൽ കാത്തുനിന്നു. തന്റെ നാഴികയായി എന്ന് മനസ്സിലാക്കിയ യേശു അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെ തിരക്കുന്നു എന്നാണ് യേശു ചോദിക്കുന്നത്. നസ്രായനായ യേശുവിനെയാണ് തിരക്കുന്നത് എന്ന് പറയുമ്പോൾ യൂദ യേശുവിനെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആരെയാണോ ചുംബിക്കുന്നത് അതാണ് യേശു എന്ന് നേരത്തെ യൂദ പടയാളികൾക്ക് അടയാളം കൊടുത്തിരുന്നു.
അങ്ങനെ അവർ യേശുവിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോകുവാൻ ഒരുങ്ങുമ്പോൾ ശീമോൻ പത്രോസ് തന്റെ വാളൂരി മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി അരിഞ്ഞു കളയുകയാണ്. എന്നാൽ യേശു അപ്പോൾ പത്രോസിനെ തടഞ്ഞു. അങ്ങനെ അവർ യേശുവിനെ പിടിച്ചുകെട്ടി ആദ്യം മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായ ഹന്നാവിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. യേശുവിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കൂടെ പോയത് ശീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മാത്രമായിരുന്നു. മഹാപുരോഹിതന്റെ വാതിൽ കാവൽക്കാരിയായ പെൺകുട്ടി നീയും അവനോടുകൂടെയുള്ളതാണോ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പത്രോസ് മറുപടി പറയുന്നത്. ഹന്നാവ് യേശുവിനെ ചോദ്യം ചെയ്യുകയാണ്. ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ച ഹന്നാവിനോട് ഞാൻ രഹസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് യേശു മറുപടി പറയുന്നത്. ഞാൻ ലോകത്തോട് പരസ്യമായാണ് സംസാരിച്ചത്. പള്ളിയിലും യഹൂദന്മാർ കൂടുന്ന ദൈവാലയത്തിലും ഉപദേശിച്ചു. ഞാൻ സംസാരിച്ചത് കേട്ടവരോടാണ് ചോദിക്കേണ്ടത് എന്നും ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുമാണ് ഉത്തരം പറഞ്ഞത്. ഇത് കേട്ട ചേകവരിൽ ഒരാൾ മഹാപുരോഹിതനോട് ധിക്കാരത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് യേശുവിന്റെ കന്നത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദോഷമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പിന്നെന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് ചോദിച്ച യേശുവിനെ ബന്ധിതനായി തന്നെ കയ്യഫാവിന്റെ അടുക്കിലേക്കാണ് ഹന്നാവ് അയക്കുന്നത്. ഈ സമയം വെളിയിൽ തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനോട് നീയും യേശുവിന്റെ കൂടെയുള്ളവനല്ലേ എന്ന് കൂടെയിരുന്ന ആൾ ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പത്രോസ് വീണ്ടും കള്ളം പറയുന്നത്. യേശുവിനെ തോട്ടത്തിൽ വെച്ച് പിടിക്കുന്ന സമയത്ത് പത്രോസ് കാതറിഞ്ഞ ദാസന്റെ ഒരു ബന്ധു പത്രോസിനെ കാണുവാനിടയായി. നിന്നെയും ഞാൻ തോട്ടത്തിൽ യേശുവിനോടുകൂടെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ അറിയുക പോലുമില്ല എന്നാണ് പത്രോസ് പറയുന്നത്. ഉടനെ തന്നെ കോഴി കൂവുകയും ചെയ്തു. നീ ഇന്ന് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയാതെ കോഴി കൂവുകയില്ല എന്ന് യേശു പറഞ്ഞത് അപ്പോഴാണ് പത്രോസ് ഓർക്കുന്നത്. കയ്യഫാവിനെ യേശുവിനെ ശിക്ഷിക്കുവാൻ അധികാരമില്ലാതിരുന്നതിനാൽ പുലർച്ചെ യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. ദേശത്തിന്റെ അധിപതി പീലാത്തോസാണ്. പീലാത്തോസിന് പൊതുവെ യഹൂദന്മാരോട് വെറുപ്പുണ്ട്. പീലാത്തോസിനെതിരെ യഹൂദന്മാർ പലപ്പോഴും ലഹളകൾ ഉണ്ടാക്കാറുണ്ട്. പെസഹ ദിനം ആയതിനാൽ അശുദ്ധമാവുമെന്ന് ഭയന്ന് യഹൂദന്മാർ ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് പുറത്തേക്ക് വന്ന് ഈ മനുഷ്യന്റെ നേരെ നിങ്ങൾ എന്ത് കുറ്റമാണ് ബോധിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കുറ്റക്കാരനല്ലെങ്കിൽ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരില്ലായിരുന്നു എന്ന് പറഞ്ഞ യഹൂദ പ്രമാണിമാരോട് അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം ചെയ്യുവനെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനാണ് പീലാത്തോസ് ശ്രമിച്ചത്. എന്നാൽ മഹാപുരോഹിതന്മാരും പുരുഷാരവും ഇവൻ സ്വയം ക്രിസ്തുവാണെന്നും യഹൂദന്മാരുടെ രാജാവാണ് എന്നും സ്വയം പറഞ്ഞു നടക്കുന്നു എന്ന് കുറ്റം ചുമത്തി. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിച്ചതിന് ഞാനാകുന്നു എന്നാണ് യേശു മറുപടി പറയുന്നത്. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും പറയുന്നത് ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്നാണ്. എന്നാൽ ഇവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിൽ എല്ലായിടവും ജനത്തിനിടയിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെതിരെ വീണ്ടും കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. യേശു ഗലീലക്കാരനാണ് എന്നറിഞ്ഞ് ഹെരോദാവിന്റെ അടുക്കിലേക്കാണ് പീലാത്തോസ് യേശുവിനെ അയക്കുന്നത്. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ടിരുന്ന ഹെരോദാവ് ഇവിടെയും യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു. എന്നാൽ ഹെരോദാവ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ തലകുനിച്ചാണ് യേശു നിന്നത്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യേശുവിനെ ഹെരോദാവും പടയാളികളും പരിഹസിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് വീണ്ടും പീലാത്തോസിന്റെ അടുക്കിലേക്കാണ് വിടുന്നത്. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഈ മനുഷ്യനിൽ മരണയോഗ്യമായ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നും ഹെരോദാവും കണ്ടില്ല എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ ചാട്ടവാറിനാൽ അടുപ്പിച്ച് വിട്ടയക്കാം എന്നാണ് പീലാത്തോസ് പറയുന്നത്. എന്നാൽ യേശുവിനെ കൊന്നുകളക എന്ന് മഹാപുരോഹിതന്മാരും പരീശന്മാരും പറഞ്ഞുകൊണ്ടിരുന്നു. കുറ്റക്കാരനല്ലാത്ത യേശുവിനെ വിട്ടയക്കണമെന്ന് ആത്മാർത്ഥമായി തന്നെ പീലാത്തോസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഉത്സവ സമയങ്ങളിൽ ഒരു കുറ്റവാളിയെ വെറുതെ വിടുന്ന പതിവുണ്ടായിരുന്നു. മഹാക്രൂരനും കൊള്ളക്കാരനും കുലപാതകയുമായ ബറബാസ് കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ജനം യേശുവിനെ വിട്ടയക്കുവാൻ ആവശ്യപ്പെടുമെന്ന് ആഗ്രഹിച്ച പീലാത്തോസ് യേശുവിനെ വെറുതെ വിടുകയും ബറബാസിനെ ശിക്ഷിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ജനം നേരെ മറിച്ചാണ് പീലാത്തോസിനോട് പറഞ്ഞത്. ബറബാസിനെ വിട്ടയക്കുവാനും യേശുവിനെ കൊല്ലുവാനും ജനം നിലവിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പീലാത്തോസിന്റെ ഭടന്മാർ യേശുവിനെ ചാട്ടവാറിനാൽ അടിച്ചു. യേശുവിന്റെ പുറമെല്ലാം പൊളിഞ്ഞു, രക്തം ഒഴുകുവാൻ തുടങ്ങി. എന്നിട്ടും അവർ അടി നിർത്തിയില്ല. അവർ യേശുവിന്റെ കന്നത്തടിച്ചു. സൗമ്യമായ ആ മുഖത്തു നിന്നും ചോര പൊടിയുവാൻ തുടങ്ങി. യഹൂദന്മാരുടെ രാജാവെ ജയ് ജയ് എന്ന് വിളിച്ച് ആഘോഷിച്ചു. ചാട്ടവാർ കൊണ്ട് അവർ യേശുവിനെ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ജീവൻ പോകുന്ന വേദനയിൽ രക്തമൊഴുകുന്ന ശരീരവുമായി നിന്ന ആ നിഷ്കളങ്കന്റെ തലയിൽ അവർ കൂർത്ത മുള്ളുകൾ കൊണ്ട് കിരീടമുണ്ടാക്കി വെച്ചു. മുള്ളുകൾ തലയിൽ തുളഞ്ഞു കയറി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത രീതിയിലായിരുന്ന ആ ദൈവപുത്രന്റെ തലയിൽ മുൾക്കിരീടമണിഞ്ഞ് ധൂമവസ്ത്രമണിയിച്ച് പീലാത്തോസ് പുറത്തേക്ക് കൊണ്ടുവന്നു.
യേശുവിനെ കണ്ടതും യഹൂദന്മാർ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ പീലാത്തോസ് യേശുവിനെ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകുകയാണ് ചെയ്തത്. ചാട്ടവാറിനാൽ അടിയും ഭടന്മാരുടെ ചവിട്ടും കൊണ്ട് രക്തം വാർന്നൊലിച്ചു നിൽക്കുന്ന യേശുവിന്റെ ചുമലിലേക്ക് അവർ ഒരു മരക്കുരിശ് വച്ചു കൊടുത്തു. പിന്നെ അവർ യേശുവിനെയും കൊണ്ട് ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് യാത്രയായി. ക്രൂശം ചുമന്നു പോകുന്ന യേശുവിന് പിന്നാലെ യേശുവിനെ അംഗീകരിച്ചിരുന്നവരും വിലാപയാത്രയായി കൂടെ പോയി. പോകുന്ന വഴിയിൽ ക്രൂശിന്റെ ഭാരം താങ്ങാനാവാതെ നിരവധി തവണ യേശു വീണു. അവിടെയെല്ലാം റോമൻ പടയാളികൾ ചാട്ടവാറിനടിച്ച് യേശുവിനെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട സ്ത്രീകൾ അലമുറയിട്ട് കരയുകയാണ്. അവരെ നോക്കി ക്രിസ്തു പറയുന്നത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനെന്നാണ്. അങ്ങനെ അവർ ക്രിസ്തുവിനെയും കൊണ്ട് ഗോൽഗോഥാവിലെത്തി. അവിടെ അവർ ആ മരക്കുരിശിൽ ക്രിസ്തുവിനെ കിടത്തി. എന്നിട്ട് യേശുവിന്റെ കൈകൾ വലിച്ച് മരത്തോട് ചേർത്ത് വലിയ ഇരുമ്പാണി അടിച്ചിറക്കി. പ്രാണൻ പിടയുന്ന വേദന ആ ദൈവപുത്രൻ കടിച്ചമർത്തി. ചാട്ടവാറിനാൽ അടികൊണ്ട് പൊട്ടിയ കാലുകളിൽ രക്തം കട്ട പിടിച്ചു നിന്നു. പൊട്ടിയ പച്ചമാംസം അവർ പിടിച്ച് വലിച്ച് ചേർത്ത് വെച്ച് ഇരുമ്പാണികളാൽ അടിച്ചിറക്കി. അത് കഴിഞ്ഞവർ ആ മരക്കുരിശ് മേലോട്ട് പൊക്കി ഒരു കുഴിയിലേക്ക് നട്ടു. മുറിവേറ്റ ആ പച്ചമാംസം വലിഞ്ഞ് മുറുകി. നീതിമാനായ ദൈവപുത്രന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കള്ളന്മാരെ കൂടി അവർ ക്രൂശിച്ചു. നീ ദൈവപുത്രനല്ലേ, നിന്നെ രക്ഷിക്കാൻ നിനക്ക് കെൽപ്പില്ലയോ എന്ന് പരിഹസിച്ച രാജഭടന്മാരെ യേശു ദയനീയമായി നോക്കി. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്ത് പീലാത്തോസ് എഴുതി ക്രൂശിന്റെ മേലിൽ സ്ഥാപിച്ചു. യേശുവിന്റെ വസ്ത്രം നാലായി കീറി പടയാളികൾ പങ്കിട്ടെടുത്തു. അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിച്ച ഒരു കള്ളൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ മറ്റേ കള്ളൻ പറയുന്നത്, നമ്മൾ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നു, അവനോ നീതിമാനും അരുതാത്തതൊന്നും ചെയ്യാത്തവനും ആണ് എന്നാണ്. യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്നാണ് ആ കള്ളൻ യേശുവിനോട് അപേക്ഷിക്കുന്നത്. ആ കള്ളൻ ക്രൂശിൽ കിടന്ന് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്നാണ് ക്രിസ്തു മറുപടി പറയുന്നത്. ക്രൂശിൽ മരണം കാത്തു കിടക്കുന്ന സമയത്തും തന്നോട് അപേക്ഷിക്കുന്നവരെ ദൈവം കൈവിടുന്നില്ല. അത് കഴിഞ്ഞ് ക്രൂശിൽ കിടന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന് പുളിച്ച വീഞ്ഞാണ് കുടിക്കുവാൻ കൊടുക്കുന്നത്. ഏകദേശം 6 മണിയായപ്പോൾ തന്നെ സൂര്യൻ ഇരുണ്ടുപോയി. ദേശം മുഴുവൻ അന്ധകാരമായി. മന്ദിരത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി ചീന്തിപ്പോയി. അത് കഴിഞ്ഞ് യേശു, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. യേശു പ്രാണനെ വിട്ടപ്പോൾ വലിയ ഭൂകമ്പവും ഇടിമിന്നലും ഉണ്ടായി. അവിടെ കൂടിയിരുന്നവർ ഭയപ്പെട്ടു. ആ ദിവസം ശബത്തിന്റെ ഒരുക്കനാൾ ആയിരുന്നതുകൊണ്ട് കള്ളന്മാർ മരിക്കാതിരുന്നത് കണ്ട യഹൂദന്മാർ ശബത്തിൽ ശരീരം ക്രൂശിൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലുകൾ ഒടിച്ച് കൊല്ലുവാൻ പീലാത്തോസിനോട് അനുവാദം വാങ്ങി. അങ്ങനെ രാജഭടന്മാർ 2 കള്ളന്മാരുടെയും കാലുകൾ ഒടിച്ച് അവരെ കൊന്നു. യേശുവിനടുക്കൽ എത്തിയപ്പോൾ യേശു മരിച്ചുപോയി എന്ന് മനസ്സിലായി. എന്നിരുന്നാലും സംശയം തീർക്കുന്നതിന് വേണ്ടി അതിലൊരു പടയാളി തന്റെ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് ആഞ്ഞുകുത്തി. പെട്ടെന്ന് തന്നെ ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് നിന്നും രക്തവും വെള്ളവും പുറത്തേക്ക് തെറിച്ചു. അങ്ങനെ ലോകത്തിലെ മാനവരാശിയുടെ രക്ഷയ്ക്കായി മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി നീതിമാനായ ആ ദൈവപുത്രൻ നിരവധി യാതനകളും കഷ്ടതകളും സഹിച്ച് ഗോൽഗോഥാവിൽ വെച്ച് തന്റെ പ്രാണൻ തന്നു. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യോസെഫ് പീലാത്തോസിന്റെ അനുവാദത്തോടെ ക്രിസ്തുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദകൾ ചെയ്ത് ആരെയും ഇതുവരെയും അടക്കാത്ത ഒരു പുതിയ കല്ലറയിൽ അടക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ക്രിസ്തുവിന്റെ ശരീരം ശിഷ്യന്മാരിൽ ആരെങ്കിലും എടുത്ത് ഒളിപ്പിച്ചതിനു ശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമെന്ന് ഭയന്ന് ഒരു വലിയ കല്ല് കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വയ്ക്കുവാൻ പീലാത്തോസിനോട് അനുവാദം വാങ്ങി. അങ്ങനെ അവർ ഒരു വലിയ കല്ല് കല്ലറയുടെ വാതിൽക്കൽ ഉരുട്ടി വെച്ചു. അതുമാത്രവുമല്ല, കല്ലറയ്ക്ക് കാവലിനായി പീലാത്തോസ് ഭടന്മാരെയും കൊടുത്തിരുന്നു. അങ്ങനെ റോമ ഗവൺമെന്റിന്റെ മുദ്ര പതിഞ്ഞ ഒരു വലിയ കല്ല് യേശുവിന്റെ കല്ലറ വാതിലിനെ അടച്ച് ഉറപ്പാക്കി. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ തന്നെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും യേശുവിന്റെ കല്ലറയ്ക്കലെത്തി. പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പമുണ്ടാവുകയും സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനിറങ്ങി കല്ലറയിൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയതിനു ശേഷം ആ കല്ലിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഇത് കണ്ട രാജഭടന്മാർ പേടിച്ച് വിറച്ച് മരിച്ചതുപോലെയായി പോയി. ആ ദൂതൻ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. എന്നാൽ അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവനെ അടക്കിയിരുന്ന സ്ഥലവും അവരെ കാണിച്ചു കൊടുത്തു.
അങ്ങനെ ലോകത്തിന്റെ പാപത്തിനായി അറുക്കപ്പെട്ട കുഞ്ഞാട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യന്മാരോടായി പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നാണ്.